വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ റെസിപ്പി ആക്ച്വലി ഈസ്റ്ററിന് മുമ്പ് ഇടണ്ടായിരുന്നു, ബട്ട് കുറച്ച് ലേറ്റ് ആയി, പ്ലാനിങ് കുറച്ച് തെറ്റി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ജിജോയുടെ റെസിപ്പിയാ, ബീഫ് മപ്പാസിന്റെ വേറൊരു വേർഷൻ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയ. പിന്നെ ജ്യൂസ് ആയിട്ട് കണ്ണൂർന്ന് ഇൻസ്പയർഡ് കണ്ണൂർ കോക്ടെയിൽ എൻ്റെ ഒരു വേർഷൻ. പിന്നെ നമ്മളൊരു ശ്രീലങ്കൻ സ്വീറ്റ് ആണ് ഇതിന്റെ മെയിൻ ഡിഷ് ആയിട്ട് ചെയ്യണേ, ലാവറിയ. ഇത് കുറച്ച് ഐറ്റംസ് ഉണ്ട്. ബീഫ് മപ്പാസിന്റെ കുറച്ചുകൂടി തിക്ക ഗ്രേവി ആയിട്ടുള്ള ഒരു വേർഷനാണ് ചെയ്യാൻ പോണേ. അപ്പോൾ ബീഫ് 1 kg അതൊന്ന് മാരിനേറ്റ് ചെയ്യണേ. അപ്പോൾ ബീഫിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്തിരി മഞ്ഞ കളറിലെ കറിയാണ് ഇത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആൻഡ് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കേണ്ടത്. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക്, ഗ്രാമ്പു ഒരു 4 എണ്ണം, അതുപോലെ തന്നെ ഏലക്ക 4 എണ്ണം, പട്ട ഒരു മീഡിയം സൈസ്. ഇത്രയിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 hour ഇരിക്കട്ടെ. എപ്പോഴും ചെയ്യണ പോലെ ബീഫിലെ വെള്ളം നന്നായിട്ട് വറ്റിച്ച് കളയാം, എന്നിട്ട് വേണം പ്രഷർ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ബീഫ് ചട്ടിയിലോട്ട് ആഡ് ചെയ്യുക. ഒരു 2 minutes ഒക്കെ കഴിയുമ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ വരും. ഇത് ആക്ച്വലി എല്ലുള്ള ബീഫ് വെച്ചും ഉണ്ടാക്കാം, മീറ്റ് മാത്രമായിട്ടുള്ള ബീഫ് വെച്ചും ഉണ്ടാക്കാം. പക്ഷെ കുറച്ച് ഫാറ്റുള്ള ബീഫ് സ്റ്റൂനൊക്കെ എടുക്കുന്ന പോലത്തെ പീസ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഇത് കണ്ട ഇങ്ങനെ വെള്ളം വരും. ഇനി വെള്ളം വറ്റട്ടെ. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് മീറ്റ് കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്ന്. ഇതിനായിട്ട് നല്ല ഫ്ലേവർ വരാനായിട്ടാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളത്തിൻ്റെ ചുവയായിരിക്കും കൂടുതൽ നിൽക്കുക. ഇത് ഇപ്പം നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി പ്രഷർ കുക്ക് ചെയ്യാം. 2 പാൽ ഒഴിച്ച് വേവിക്കണം കേട്ടോ. ഇത് നല്ല കുറുകിയിരിക്കുന്ന ടൈപ്പ് ഒരു കറിയാണ്. ബീഫ് മപ്പാസ് കുറച്ചും കൂടി ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഇല്ലേ, ഇത് പക്ഷേ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഒരു 1.5 കപ്പ് 2 പാൽ ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം. ഇനി ഈ ബീഫ് മപ്പാസിന് മെയിൻ വ്യത്യാസം വരുന്നത്, ജിജോന് പ്രത്യേകിച്ച് ഈ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ മറ്റേതിൽ ഞാൻ പെരിഞ്ജീരകം ആഡ് ചെയ്യാറ്, അപ്പോൾ ഇതിൽ ചെറിയ ജീരകം ആഡ് ചെയ്യണേ, പിന്നെ മല്ലിയിലയും ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ വ്യത്യാസം. ഇനി ബീഫിൻ്റെ മസാലയ്ക്ക് 4 കറിയാമ്പൂ, ഒരു മീഡിയം സൈസ് കറുവാപ്പട്ട, ഏലക്ക 4 എണ്ണം, ചെറിയ ജീരകം 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, നമ്മൾ യൂസ് ചെയ്യണ ഗരം മസാല 1 ടീസ്പൂൺ. ഇത്രയും നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കണം. മസാല പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഗ്രേവി ഉണ്ടാക്കാം. ഉരുളിയിലോട്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക. 3 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട്, ഇനി ഇത് നന്നായിട്ട് വഴറ്റണേ. പച്ചമുളക് അതുപോലെ തന്നെ 3 അരിഞ്ഞത് 3 എണ്ണം, ആൻഡ് ഇഞ്ചി ഒരു മീഡിയം സൈസ് 1.5 ടീസ്പൂണൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട്. ഇനി നന്നായിട്ട് ബ്രൗൺ ആവണ വരെ വഴറ്റണം. ഇനി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട്, ഒരെണ്ണം വലിയ തക്കാളി, നന്നായിട്ട് സോട്ടേ ആവണേ തക്കാളി. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ഈ സവാളയും തക്കാളിയും ഒക്കെ വഴറ്റണേല. അപ്പം നന്നായിട്ട് കറിയിൽ ഇങ്ങനെ വഴറ്റാതെ കിടക്കരുത്, നല്ലോണം സോട്ടേ ആവണം നന്നായി. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല ഉണ്ടല്ലോ, അത് എപ്പോഴും അരിച്ചിട്ട് ആഡ് ചെയ്യാം. മസാലകൾ നമ്മൾ വീട്ടിൽ നമ്മൾ പൊടിക്കുവാണെങ്കിൽ എപ്പോഴും അരിച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്, ആൻഡ് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇത് കണ്ടോ, എങ്ങനെയൊക്കെ മിക്സിയിൽ പൊടിച്ചാലും ചെറിയ തരി ഉണ്ടാവും, അപ്പോൾ തരി ഒട്ടും ഉണ്ടാവാണ്ടിരിക്കാനാണ് ഇങ്ങനെ സീവ് ചെയ്യണേ. ഇനി കുക്ക് ചെയ്ത് ബീഫ് ആഡ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഈ മസാലയിൽ ബീഫ് കിടന്ന് നന്നായിട്ട് വെള്ളം വറ്റണം. ഇനി മല്ലിയില ആഡ് ചെയ്യാം. ചെറിയൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ മതി, നന്നായിട്ട് മസാല പിടിക്കട്ടെ. ഇനി കട്ടിപ്പാലും കൂടി ആഡ് ചെയ്താൽ മതി. കറി റെഡി. ആൻഡ് പൊട്ടേറ്റോവും ക്യാരറ്റൊക്കെ ആഡ് ചെയ്യണം. ഈ ഒരു കറിക്ക് പൊട്ടേറ്റോവും ക്യാരറ്റൊക്കെ ഇതുപോലെ വേണം അരിയാൻ. ഇത് കണ്ടോ ഇത്രയും വലുതായിട്ട്. എന്നിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വെക്കണം. ഇതിപ്പോൾ ഞാൻ വേവിച്ചിട്ടുണ്ട്. ഇനി ആ കറിയിലോട്ട് ആഡ് ചെയ്യാം. ഇത് കണ്ടോ, ഇതാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസം വരുമ്പോൾ കറിക്ക് നല്ല വ്യത്യാസം വരും കേട്ടോ. ഈ പൊട്ടേറ്റോ ഇങ്ങനെ തന്നെ അരിയണേ, നീളത്തിൽ കുറച്ച് കട്ടിയായിട്ട്, പൊട്ടേറ്റോ വെഡ്ജസ് ഒക്കെ പോലെ. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചും കൂടി ഉപ്പ് വേണം. നമ്മൾ നേരത്തെ പെപ്പറല്ലേ ഇട്ടത്, അപ്പോൾ കുറച്ച് സ്പൈസി മുളക് പൊടിയും കൂടി ഇടാം. ഒരു 2 പിഞ്ചൊക്കെ മതി, ഒരു എരിവിന് വേണ്ടി. ആദ്യം ഇട്ട കളർ മാറുക. അപ്പോൾ എരിവുള്ള മുളക് പൊടി 2 പിഞ്ച്, ആൻഡ് പെപ്പർ കുറച്ചും കൂടി വേണം, 2 പിഞ്ചും കൂടി. ഇനി ഈ സമയത്ത് മസാല കൂടുതൽ വേണമെങ്കിൽ മസാലപ്പൊടി ഗരം മസാലയും ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇനി കട്ടിയുള്ള തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള പാല്, കാരണം ഇത് നല്ല കുറുകിയിരിക്കുന്ന പോലത്തെ ഒരു കറിയാണ്. ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല. ബീഫ് മപ്പാസിനാണ് ലൂസ് വേണ്ടത്, ഇതിങ്ങനെ നല്ല കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കുക. അതാണ് ആ ടേസ്റ്റ്. ചപ്പാത്തിയുടെ കൂടെയും ബെസ്റ്റ് ചെയ്യുക, പക്ഷേ നമ്മളിന്നിപ്പോൾ ശ്രീലങ്കൻ സ്വീറ്റ് ലാവരിയുടെ കൂടെയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, നമ്മൾ കറിയൊക്കെ താളിക്കൂലേ, അതുപോലെ ഉള്ളി താളിച്ചിട്ട് അതിൽ ആവശ്യമുള്ള നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പൊടികൾ വീണ്ടും ആഡ് ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്യുക, ഇതിലേക്ക് ഒഴിക്കുക. അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ അതും ചെയ്യണില്ല, ഇതിപ്പോൾ പെർഫെക്റ്റ് ആണ്. ഇനി ലാവറിയ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അകത്ത് ശർക്കര വിളയിച്ചതില്ലേ, ശർക്കരയും തേങ്ങയും കൂടി വിളയിച്ചത്, അത് നിറയ്ക്കും. എന്നിട്ട് ഒരു പ്രത്യേക ഷേപ്പാന്ന് മാത്രം, അത്രേ ഉള്ളൂ വ്യത്യാസം. ഈ വലിയ ടൈപ്പ് ഇടിയപ്പം കണ്ട അത് ഇതുപോലെ നമ്മുടെ യൂഷ്വൽ ഇടിയപ്പം ഉണ്ടാക്കണ പോലെ തന്നെ, പക്ഷേ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കാം. എന്നിട്ട് ഇടയിൽ ശർക്കര ഇത് ചെയ്താൽ മതി, ശർക്കര ഫില്ല് ചെയ്താൽ മതി. ബട്ട് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ ട്രൈ ചെയ്യണത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ തന്നെ ഇടിയപ്പം, പക്ഷേ മധുരമുണ്ട് ശർക്കരയുടെ. ഈ ശർക്കരയും തേങ്ങയും കൂടി വിളയിച്ചത് ഞാൻ ബീഫിൻ്റെ കൂടെ ട്രൈ ചെയ്യാനുള്ളതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റി ആ ശർക്കര വെക്കണുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഓവറായി പോകും മധുരം. നമുക്ക് തേങ്ങാപ്പാലും എല്ലാം കൂടി മിക്സ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. ബീഫിന് മടക്കണം. ഇത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് ആവി കയറ്റാം, ഇടിയപ്പം പോലെ തന്നെ.
ഇത് ഞാൻ നേരത്തെ ട്രൈ ചെയ്യാണ്ടിരിക്കുന്ന കാരണം പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇതങ്ങനെ ഫ്ലോപ്പ് ആവാനൊന്നുമില്ല. ഷേപ്പിന് ഒരു വ്യത്യാസമുണ്ട്. ഗസ്റ്റിനൊക്കെ പ്ലാൻ ചെയ്യാൻ ബെസ്റ്റാണ്. പേരും കൊള്ളാം, ലാവറിയ. നെക്സ്റ്റ് എഗ് റോസ്റ്റ്. എഗ് റോസ്റ്റ് ഞാൻ കുറേ 3-4-5 റെസിപ്പീസ് ഒരുമിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ അത് തന്നെ ചെറിയൊരു വേരിയേഷൻ. സവാള ആദ്യം തന്നെ നന്നായിട്ട് വഴറ്റും. നല്ല എരിവുള്ളതാണ്, ബിക്കോസ് ഇതൊക്കെ ഇത്തിരി മധുരമുള്ളതുകൊണ്ട് എരിവുള്ള മുട്ട റോസ്റ്റ്. സവാള 2 നീളത്തിലരിഞ്ഞത് വഴറ്റണം. ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഇഞ്ചി ചെറിയൊരു ക്വാണ്ടിറ്റി മതിയേ, ഒരു 1/2 ടീസ്പൂണൊക്കെ അരിഞ്ഞത്. പച്ചമുളക് 2. ഇനി നന്നായിട്ടൊന്ന് സോട്ടേ ആവട്ടെ. കാശ്മീരി മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ. നന്നായിട്ട് കാശ്മീരി മുളക് പൊടി വേണം. ആൻഡ് സ്പൈസി മുളക് പൊടി എരിവിനനുസരിച്ച് മതി. 1 ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുട്ട റോസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഇട്ട റെസിപ്പിയിൽ ഈ സെയിം തന്നെ ഇത്തിരി പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ പ്രാവശ്യം പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. ഇനി ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. കുറച്ചും കൂടി ഓയിൽ ഒഴിക്കുക. ആൻഡ് നമ്മൾ നേരത്തെ അരച്ചില്ലേ അനിയനും ചില്ലി പൗഡറും, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കണം. അത് ആഡ് ചെയ്യുക ഓയിലിലോട്ട്. ഇനി ഇതൊന്ന് എണ്ണ തെളിയണ വരെ ഒന്ന് വഴറ്റണം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കുറച്ചും കൂടി ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഇട്ട് തിളപ്പിക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഇച്ചിരി ഗ്രേവി പോലെ ആക്കണം. ഇനി നന്നായിട്ട് തിളക്കട്ടെ. ഇത്തിരിയും കൂടി എനിക്കൊന്നിന് വെള്ളം വേണം. അത് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് മതി. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേപ്പില ആഡ് ചെയ്യുക. ഇനി നന്നായിട്ട് തിളച്ചിട്ട് എണ്ണ തെളിയണം. ബോയിൽഡ് എഗ്സ് ആഡ് ചെയ്താൽ മതി. ഇത് കണ്ടേ എണ്ണ തെളിഞ്ഞു. ബോയിൽഡ് എഗ്സ് ആഡ് ചെയ്യുക. നന്നായിട്ട് മുട്ടയിൽ ഈ ഗ്രേവി നന്നായിട്ട് പിടിക്കട്ടെ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എഗ് റോസ്റ്റും റെഡി. ഇതിങ്ങനെ സവാള ഇങ്ങനെ കിടക്കുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കറക്റ്റാണ്. വെള്ളം ഒഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല കേട്ടോ. ഡ്രൈ ആയിട്ട് ഇരുന്നാലും നല്ല. അല്ലെങ്കിൽ ഇങ്ങനെ തിളച്ച് കുറച്ചൊന്ന് കുറുകണ വരെ ഇത് ചെയ്യാം. വേണമെങ്കിൽ മല്ലിയില ആഡ് ചെയ്യാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക്. ഞാനൊരു ഇത്തിരി ആഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞു. ഈ കറിയിൽ ആകെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ നേരത്തെ സവാള വഴറ്റില്ലേ, അത് നന്നായിട്ട് വഴറ്റണം. ആൻഡ് പൊടികൾ ഇട്ടിട്ടും നന്നായിട്ട് വഴറ്റണം. നമ്മുടെ ഈ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അത് തോന്നരുത്. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പൊളിയാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലോട്ട് മാറ്റാം. ലാവറിയ. മുറിഞ്ഞു കേട്ടാ. ഓക്കെ. നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ മിനി പരിപ്പ് വട. ഇത്തിരി തിക്കായിട്ടുള്ള പരിപ്പ് വട ഉണ്ടല്ലോ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്നത്, അതെൻ്റെ ശരിയാവാറില്ല കേട്ടോ. ബട്ട് ഇത് എപ്പോഴും ശരിയാവും. ഇത്രയും ചെറുത്, ഒട്ടും കട്ടിയില്ലാത്ത. കട്ടി വന്നാൽ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് പോകട്ടോ. ഇനി വേവണമെങ്കിൽ തീ കുറച്ച് കിടന്നിട്ട് 2 സൈഡും മറിച്ചിട്ട് വേവിച്ചാൽ. ഇത്തിരി അരിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മുരിഞ്ഞിരിക്കാനായിട്ട്. ഈ ചെറിയ പരിപ്പൊടിയാകുമ്പോൾ അങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. നെക്സ്റ്റ് കണ്ണൂർ കോക്ടെയിൽ. കണ്ണൂർ കോക്ടെയിലിൽ ഞാൻ അവിടെ വെച്ച് കഴിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായില്ല. ബട്ട് ഇവിടെ വന്നിട്ട് അത് ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്ത്. അതാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ കാരണം. എനിക്ക് ആ ടേസ്റ്റ് ചെയ്തിട്ട് തോന്നിയ ഇൻഗ്രീഡിയൻസ് ആട്ടോ ആഡ് ചെയ്യുന്നത്. പുഴുങ്ങിയ ക്യാരറ്റ്, പപ്പായ, രണ്ടും ഫ്രീസ് ചെയ്യണം. നന്നായിട്ട് ഫ്രീസ് ചെയ്യണം. അവിടെ അങ്ങനെ ഫ്രീസ് ചെയ്ത പോലെ തോന്നിയില്ല. ബട്ട് ഫ്രീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല. ആൻഡ് ഈന്തപ്പഴം 2, ബ്രോക്കൺ കാഷ്നട്ട്സ്. ഇത്രയിട്ട് മിക്സിയിലിട്ട് പാലും വേണമെങ്കിൽ ഐസ്ക്രീമും കുറച്ച് വെള്ളവും ഐസും കൂടി ഇട്ട് നന്നായിട്ട് അടിക്കുക. ആദ്യം നട്ട്സും ഡേറ്റ്സും ഒന്ന് അരയ്ക്കുക ഇത്തിരി പാലിൽ. പിന്നെ എപ്പോഴും ഷേക്സ് ഉണ്ടാക്കുമ്പോൾ എല്ലാം ഫ്രീസ് ചെയ്തെടുത്താൽ നല്ല. പാലും ഫ്രോസൺ പാലെടുക്കണം നല്ല. ഇനി പഞ്ചസാര ഇട്ട് നന്നായിട്ട് അടിക്കുക. അത്രയേ ഉള്ളൂ ഒന്നും. ഇനി ഇതിൽ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ. ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയേ തോന്നിയുള്ളൂ. ഇനി അരിക്കണ്ടെന്ന് തോന്നുന്നു. നല്ല തിക്കായിട്ട് അവിടെ നിന്ന് കുടിച്ചേ. അപ്പോൾ ഞാൻ അരിക്കുന്നില്ല. ബട്ട് ടേസ്റ്റ് പൊളിയുണ്ട. നല്ല മധുരമൊക്കെ ഇട്ടിട്ടുണ്ട്. പാല് കൂടണ്ട. പപ്പായയുടെ ഒക്കെ ടേസ്റ്റ് നിൽക്കണതാണ് നല്ലത് കൂടുതൽ. ഇനി മെയിനായിട്ട് അവർ ഗാർണിഷ് ചെയ്തത് പോമോഗ്രാനറ്റും ഇട്ടു, ബ്രോക്കൺ നട്ട്സും ഇട്ടു. അപ്പോൾ അത് രണ്ടും കൂടി ഇടാം. ഇതെനിക്ക് തോന്നുന്നു ഇത്രയും തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഐസ്ക്രീം ഇട്ടില്ല. ഐസ്ക്രീം ഇടാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആൻഡ് കുറേ കൂടെ ഹെൽത്തി ആയിട്ട് തോന്നുന്നു. പപ്പായയുടെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ നിൽക്കണേ. ഒന്ന് മിക്സ് ചെയ്യണം, എന്നാലേ നമ്മുടെ പോമോഗ്രാനറ്റൊക്കെ മുകളിലോട്ട് വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ണൂർ കോക്ടെയിൽ, ശ്രീലങ്കൻ സ്വീറ്റ് ലാവറിയ, ജിജോയുടെ സ്റ്റൈൽ ബീഫ് മപ്പാസ്, തേങ്ങാപ്പാൽ, സ്പൈസി എഗ് റോസ് ആൻഡ് പരിപ്പ് വട. ഇത്രയാണ്. ലാവറിയ, എഗ് റോസ്റ്റ്, നമ്മുടെ റെസിപ്പി ബീഫ് മപ്പാസ് ചെറിയ വേരിയേഷൻ. ഒരു സാധനം ഇടാൻ മറന്നു കേട്ടോ. ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്യണമായിരുന്നു, അത് മറന്നുപോയി. ഇനി തേങ്ങാപ്പാൽ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ലാവറിയ ആക്ച്വലി തേങ്ങാപ്പാൽ കൂട്ടിയല്ല കഴിക്കണേ. ഞാനിപ്പോൾ ഇങ്ങനെ ഒഴിക്കണമെന്നുള്ളൂ. ആദ്യം കണ്ണൂർ കോക്ടെയിൽ ടേസ്റ്റ് ചെയ്യട്ടെ. ഇത് അടിപൊളിയാട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. ആക്ച്വലി അന്ന് എനിക്ക് അത്ര ഇഷ്ടമായില്ലായിരുന്നു അവിടെ വെച്ച് ടേസ്റ്റ് ചെയ്തപ്പോൾ. ബട്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ ക്രേവ് ചെയ്തു. അതുപോലെ ഉണ്ടാക്കി നോക്കി. നല്ലോണം ഫ്രീസ് ചെയ്ത് പപ്പായയും വേവിച്ച ക്യാരറ്റൊക്കെ ആഡ് ചെയ്തേക്കണ കാരണം കുറേ കൂടെ ടേസ്റ്റ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നണത്. അതിന് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് കുടിക്കുന്ന ഒരു ഫീലും. ഇനി നമ്മുടെ ലാവറി. നിങ്ങൾക്ക് അറിയൊന്നും വേണ്ട കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്.
ഇതെനിക്ക് തോന്നുന്നു ഈ അടുത്ത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഡിഷസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണം പറയാൻ. കോഴിക്കോട്ടയുടെ ബെറ്റർ വേർഷനാണിത്. ബീഫായിട്ട് ട്രൈ ചെയ്യട്ടെ. ബീഫിൻ്റെ കൂടെയും മധുരമൊക്കെ വന്നിട്ടേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ആക്ച്വലി പ്ലെയിൻ ഇടിയപ്പത്തിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ഈ ബീഫ് കറിയുടെ കൂടെ വന്നിട്ട്. മധുരമുള്ള ഇഷ്ടമാണ് കേട്ടോ. ഇല്ലെങ്കിൽ വെറുതെ ഇത് തന്നെ മാത്രം കഴിക്കാനും പൊളിയാണ്. ഈ ലാവറിയ ബീഫ് കറി ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ പോകും. സമാധാനമായിട്ട് കഴിക്കട്ടെ. ഈ അടുത്തൊന്നും ഇത്രയും ടേസ്റ്റുള്ളൊരു സാധനം കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഇത്. ആൻഡ് ബീഫ് കറി എപ്പോഴും ഹിറ്റാണ്. ജിജോൻ്റെ ഫേവറേറ്റാണ്. ബൈ. അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ള ഡിഷസൊക്കെ ട്രൈ ചെയ്യാം. കണ്ണൂർ കോക്ടെയിൽ എനിക്ക് മനസ്സിലാക്കിയ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞത്. ഇനി വേറെ എന്തെങ്കിലും അവർ ആഡ് ചെയ്യണുണ്ടോ എന്ന് എനിക്ക് അങ്ങനെ ഐഡിയ ഇല്ല. ബട്ട് എനിക്ക് ഓൾമോസ്റ്റ് സിമിലർ ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത് കുടിച്ചിട്ട്.